വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കത്തോലിക്ക സഭ ഒരുക്കുന്ന വചന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. പല ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള സംശയങ്ങളുമൊക്കെ കടന്നു വരുന്നുണ്ട് എന്നതിൽ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ടുള്ള സംശയങ്ങളും ഉണ്ടാകും, അതുപോലെ തന്നെ ചോദ്യങ്ങളും ഉണ്ടാകും. ചോദ്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു. പലരും പേഴ്സണലായിട്ട് വിളിച്ച് നല്ല ക്ലാസ്സാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ, നന്ദി പറയുന്നു. കൂടുതലായിട്ട് ദൈവവചനത്തെ മനസ്സിലാക്കുക, വ്യാഖ്യാനിക്കുന്നതിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കുക, അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇന്ന് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കടന്നു വന്ന പലരും നോട്ട് ചെയ്തായിരുന്നു ഒരു തെറ്റ് ഞാൻ നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നേരത്തെ എപ്പിസോഡുകളിൽ മോവാബ്യരും അമ്മൂന്യരും നോഹയുടെ പിൻതലമുറക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പെട്ടെന്ന് സ്ലിപ്പ് ഓഫ് ടങ് ആയി വന്നതായിരിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. മോവാബ്യരും അമ്മൂന്യരും ലോത്തിന്റെ മക്കളാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ കടന്നു വരുമ്പോൾ പ്രത്യേകമായിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കതൊന്ന് തിരുത്തി മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് ലോത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തന്നെ തുടർച്ചയായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇസ്രായേൽ ദേശത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രാജവംശങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിലെ പഠനത്തിൽ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൽ നമ്മൾ പഠിച്ചത്. ഇസ്രായേലില് വിവിധങ്ങളായിട്ടുള്ള രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ജെറോബോവാമിന്റെ ഡൈനാസ്റ്റി, ബാഷായുടെ ഡൈനാസ്റ്റി, ഓമ്രിയുടെ ഡൈനാസ്റ്റി, യേഹുവിന്റെ ഡൈനാസ്റ്റി. എന്നാൽ ജൂദയ കുടുംബത്തിൽ ഒരൊറ്റ ഗോത്രം മാത്രമേ ഉള്ളൂ, രാജവംശം മാത്രമേ ഉള്ളൂ. അത് ദാവീദിന്റെ രാജവംശമാണ്. ആ രാജവംശമാണ് യഥാർത്ഥത്തിൽ ഈശോയാകുന്ന വ്യക്തിയിലേക്ക് നീണ്ടു നിൽക്കുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രായേലിന്റെ രാജവംശമായ ഓമ്രിയുടെ രാജവംശത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. തിർസ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് അത് ഓമ്രിയാണ് സമരിയ എന്ന് പറയുന്ന ദേശം തന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയും അവിടെ രാജഭരണം ഉറപ്പിക്കുകയും ചെയ്തത്. പിന്നീട് വന്ന രാജാക്കന്മാരും രാജവംശങ്ങളുമെല്ലാം ഈ സമരിയയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തങ്ങളുടെ രാജ്യത്വം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ സമരിയ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പിൽക്കാലങ്ങളിൽ മാറുകയും വിശുദ്ധ ഗ്രന്ഥത്തില് പ്രത്യേകിച്ച് രാജാക്കന്മാരുടെയും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെയും പുസ്തകങ്ങളിൽ സമരിയ എന്ന് പറയുന്ന ദേശത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുകയും ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. ഈ ഓമ്രിയുടെ രാജവംശത്തിൽപ്പെട്ട ആഹാബ് രാജാവിനെയും ജസബൽ രാജ്ഞിയെയും കുറിച്ചുള്ള വിചിന്തനങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിന് നിങ്ങളോട് സംസാരിച്ചത്. അതില് പ്രകടമായിട്ടുള്ള അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവാചക ശബ്ദമാണ് ഏലിയ എന്ന് പറയുന്ന വലിയ പ്രവാചകൻ. ആ ഏലിയ എന്ന് പറയുന്ന വലിയ പ്രവാചകനെ കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഈ ആഴ്ചയിലെ ക്ലാസ്സുകൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രതിപാദിക്കപ്പെടുന്നത്. ഇതോടുകൂടി തന്നെ നമുക്ക് ഇസ്രായേലിലെ പ്രവാചക ദൗത്യം ആരംഭിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനകളും നമുക്ക് നൽകുന്നുണ്ട്.
ആരാണ് പ്രവാചകൻ എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളും നമുക്കുണ്ടാകാം. ആരാണ് പ്രവാചകൻ എന്ന ചോദ്യത്തിന് പെട്ടെന്ന് നമ്മൾ പറയും മുൻകൂട്ടി പ്രവചിക്കുന്ന ആളെന്നാണ് പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം. അത് ഗ്രീക്ക് വാക്കായ പ്രൊഫേത്തസ് എന്ന് പറയുന്ന വാക്കാണ് പ്രവാചകൻ എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വാക്കുകളുടെ സങ്കലനമാണ് പ്രൊഫേത്തസ് എന്ന് പറയുന്ന വാക്ക്. പ്രോ എന്ന് പറയുന്നത് ബിഫോർ എന്നുള്ള അർത്ഥം, ഫെയ്മി എന്ന് പറയുന്നത് സംസാരിക്കുക, ടോക്ക് എന്നുള്ളതിന്റെ അർത്ഥമാണ്. ഇപ്പൊ രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് വൺ ഹൂ സ്പീക്സ് ബിഫോർ എന്നുള്ള അർത്ഥത്തിലാണ് പ്രൊഫേത്തസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക് പ്രവാചകൻ എന്നതിന്റെ സമാനമായിട്ട് വരുന്നത്. എന്നാൽ ഹെബ്രായ ഭാഷയിൽ നബി എന്ന് പറയുന്ന വാക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അത് അറബിക് ഭാഷയിലും നബി എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രവാചകൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. വാക്കുകൾ ഇങ്ങനെയാണെങ്കിലും അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആരാണ് പ്രവാചകൻ എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ പറ്റും. യഥാർത്ഥത്തിൽ പ്രവചനം എന്ന് പറയുന്നത് ഒരു മെത്തഡോളജിയാണ്. പറയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, പ്രവചനം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെത്തഡോളജീസ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാൻ വേണ്ടി പല രീതിയിലുള്ള മെത്തഡോളജികൾ, വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാര് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ കർത്താക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം. ഈ പോയട്രി അല്ലെങ്കിൽ പദ്യങ്ങള് വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നറേറ്റീവ്സ് അല്ലെങ്കിൽ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഉപമകൾ നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സിംബോളിക് ആക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, അഹിയ എന്ന് പറയുന്ന പ്രവാചകൻ ഒരു സിംബോളിക് ആക്റ്റിലൂടെ ജെറോബോവാം എന്ന് പറയുന്ന രാജാവിന് തന്റെ 10 രാജ്യങ്ങൾ നൽകുന്ന രംഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇപ്രകാരം വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളിലൂടെയാണ് വിശുദ്ധ ഗ്രന്ഥം ജനങ്ങളിലേക്ക് വിശുദ്ധ ഗ്രന്ഥ കർത്താക്കന്മാര് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു മാർഗമാണ് പ്രവാചക ശബ്ദം എന്ന് പറയുന്നത്. ഒരു പ്രവാചകൻ തന്റെ പ്രവചന ശബ്ദത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ പ്രത്യേകതയായിട്ട് നിൽക്കുക. ഏലിയ പ്രവാചകനും തുടർന്ന് വരുന്ന ഏലീഷ പ്രവാചകനുമൊക്കെ ഇസ്രായേലിലെ അറിയപ്പെടുന്ന എഴുതപ്പെടാത്ത പ്രവാചകന്മാരായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എഴുതപ്പെടാത്ത പ്രവാചകന്മാർ അല്ലെങ്കിൽ നോൺ ലിറ്റററി പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എന്നാൽ ഇവര് പറഞ്ഞിരിക്കുന്ന വാക്കുകളോ ഒന്നും തന്നെ ഇവരുടെ കൈപ്പടയിൽ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ പേരിൽ എഴുതിയിട്ടില്ല എന്നതുകൊണ്ടാണ് നോൺ ലിറ്റററി പ്രോഫറ്റ്സ് എന്ന് ഏലിയായെയും ഏലീഷായെയും അതുപോലെ തന്നെ ഇവരുടെ മുൻഗാമികളായ അഹിയായെയും ഒക്കെ വിളിക്കാൻ ഇടയാകുന്നത്. അപ്പോൾ പ്രവാചകന്റെ ദൗത്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും വിളിച്ചു കൂവി പറയുന്നതല്ല പ്രവാചകന്റെ ദൗത്യം. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാത്രമല്ല പ്രവാചകന്റെ ദൗത്യം. മറിച്ച് ഇസ്രായേലിന്റെ നിയമങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ദൗത്യമായിട്ട് നിൽക്കുക. എന്താണ് ഇസ്രായേലിന്റെ നിയമങ്ങൾ? ഇസ്രായേൽ ജനത്തിന്റെ നിയമങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പുറപ്പാടിന്റെ പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമങ്ങളെ അത് എപ്രകാരം ഇന്റർപ്രറ്റ് ചെയ്യാമോ, വ്യാഖ്യാനിക്കാമോ, അങ്ങനെ വ്യാഖ്യാനിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിതാണ്: ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ കർത്താവ്
ഏക കർത്താവാണ് എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന നിയമത്തിന്റെ ആദ്യത്തെ നിയമം ഇപ്രകാരമാണ്. ഇതിനെയാണ് പ്രൈം കമാൻഡ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുക. അത് ഹെബ്രായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും: അനോഹി എലോഹെ ഇസ്രായേൽ അഷേർ ഹൊത്സീതഹ മെഎറത്സ് മിസ്രൈം ലോ തിഹിയെ ലഹ ലാഹം എലോഹീം ആഹറീം. അതായത്, ഞാൻ ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്ന ദൈവമായ കർത്താവാണ്. അതിനാൽ യു ഷാൽ ഹാവ്, നിനക്കൊരു കാരണവശാലും ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത്. ഇത് തന്നെയാണ് ക്ഷേമ പ്രയറിലൂടെ വിശുദ്ധഗ്രന്ഥ പണ്ഡിതന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു, ആ കർത്താവല്ലാതെ വേറൊരു കർത്താവില്ല എന്ന് ക്ഷേമ പ്രയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രവാചക ദൗത്യത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഏക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ബഹുദൈവങ്ങളുടെ ആരാധന നിരോധിക്കുക, അതിനെ തകർക്കുക എന്നുള്ളത് പ്രവാചകന്റെ ദൗത്യമായിട്ട് മാറുന്നു. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും, എഴുതപ്പെട്ട പ്രവാചകന്മാരും എഴുതപ്പെടാത്ത പ്രവാചകന്മാരും ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദൈവത്തിന് പ്രാധാന്യം നൽകി ആ മൊണോതെയിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്രായേലിന്റെ മതജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുന്ന വ്യക്തിയെയാണ് ഏലിയ പ്രവാചകനിലൂടെ നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്ന് നമുക്ക് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ മെല്ലെ കടന്നു വരികയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നതിലൂടെ പ്രവാചകന്മാരുടെ പുസ്തകത്തിലേക്ക്, അവരുടെ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് പ്രവേശിക്കാം എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ ഓരോ രാജാക്കന്മാർക്കും പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം, പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത് ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്. ശമൂവേലിനെ ഒരു പ്രവാചകനായിട്ട് കാണുന്ന ഇസ്രായേൽ ജനത്തെയാണ് 1 സാമുവേലിന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ഈ സാവൂൾ എന്ന് പറയുന്ന വ്യക്തി തന്റെ പിതാവിന്റെ കഴുതകളെ അന്വേഷിച്ച്, കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് യാത്ര തിരിക്കുമ്പോൾ അവിടെ ചോദിക്കുക, എന്റെ കഴുതകളെ ഇവിടെ കണ്ടു. ഉടനെ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, അതാ അങ്ങ് മലയുടെ മുകളിൽ, റമത്തായിം എന്ന് പറയുന്ന മലയുടെ മുകളിൽ ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് ഹെബ്രായ ഭാഷയിൽ ഈഷ് ഹാ എലോഹീം, ദൈവ പുരുഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ദൈവപുരുഷനുണ്ട്. ആ ദൈവപുരുഷൻ നിനക്ക് നിന്റെ പിതാവിന്റെ കഴുതകളെ കുറിച്ച് നിന്നെ ബോധ്യപ്പെടുത്തും, അവയെ നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് സാവൂൾ എന്ന് പറയുന്ന ആദ്യത്തെ രാജാവിനെ സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞുവിടുന്ന രംഗം വളരെ മനോഹരമായിട്ട് സാമുവേലിന്റെ 1-ാം പുസ്തകം 10-ാമത്തെ അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവാചകൻ തന്നെയാണ് യഥാർത്ഥത്തിൽ സാവൂൾ എന്ന് പറയുന്ന രാജാവിനെ അഭിഷേകം ചെയ്യുന്നതും. അത് 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ പ്രവാചകന്മാരിലെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് അത്രയും നാഥാൻ പ്രവാചകനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നാഥാൻ പ്രവാചകനെയാണ്. സാവൂളിനെ കുറിച്ചുള്ള എപ്പിസോഡ് 9-10 അധ്യായങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുക. നാഥാൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ എഴുതപ്പെടാത്ത മറ്റൊരു പ്രവാചകനെ കുറിച്ച് ഉള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ ദാവീദ് രാജാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ഒരു പ്രവാചകനാണ്, ആഹാബ് രാജാവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രവാചകനാണ്, ഈ ഇസ്രായേലിന്റെ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ആഹാബിന്റെ രാജാവിന്റെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസബൽ രാജ്ഞിയെ വിവാഹം കഴിക്കുന്നതിലൂടെ
ധാരാളം അവിടെയുള്ള കാനാന്യരുടെ ഇടയിലുള്ള അല്ലെങ്കിൽ സീറോ ഫിനീഷ്യ ദേശത്തുള്ള ദേവന്മാരെയും ദേവതകളെയും ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും അതുവഴിയായി ധാരാളമായിട്ടുള്ള ബിംബാരാധനകൾ കടന്നു വരികയും ചെയ്തു. ഇതിനെതിരെ ശബ്ദിക്കുന്ന ഒരു പ്രവാചകനെയാണ് ഏലിയ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ, ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുക. ഇവിടെ നമ്മൾ കാണുന്നത് ഏലിയ പ്രവാചകന്റെ ജീവിതത്തെയും സംഭവങ്ങളെയും കുറിച്ചുള്ള വചനഭാഗമാണ്. 17, 18, 19, 21 തുടങ്ങിയ അധ്യായങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുക. 17-ാമത്തെ അധ്യായം നമുക്ക് നോക്കാം എന്താണ് എന്ന്. കാരണം ആഹാബിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം വിവിധങ്ങളായിട്ടുള്ള ദൈവാരാധനയുടെ പിന്നാലെ പോവുകയും ഏക ദൈവത്തെ അനുസരിക്കാതെ ബഹുദൈവങ്ങളുടെ പിന്നാലെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് പോവുകയും ചെയ്ത അവസരത്തിൽ, യൂണിറ്റി നഷ്ടപ്പെടുന്ന അവസരത്തിൽ, ഇസ്രായേലിന്റെ കൂട്ടായ്മയുടെ അനുഭവം ഇല്ലാതാകുന്ന അവസരത്തിൽ ഇതാ ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കിതാ വരൾച്ച ഉണ്ടാകാൻ പോകുന്നു. ഏലിയ പ്രവാചകൻ വളരെ ശക്തമായ ഭാഷയിൽ 17-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനമേ കേട്ടുകൊള്ളുക, ഇതാ ദൈവമായ കർത്താവ് ആകാശം കൊട്ടി അടച്ചിരിക്കുന്നു. ഇനി ഒരു കാരണവശാലും 3.5 വർഷത്തേക്ക് ഇവിടെ ആകാശം തുറന്ന് വെള്ളം ഉണ്ടാവുകയില്ല. ഹീബ്രു കോസ്മോളജി അനുസരിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ആകാശത്തിൽ നിന്ന് കടന്നു വരുന്ന വെള്ളം. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ ദിവസത്തിന്റെ വിവരണത്തിൽ നമ്മൾ കണ്ടു, ദൈവമായ കർത്താവ് പറയുന്നു, ഒരു ഫർമമെന്റ് അല്ലെങ്കിൽ ഒരു ഡോം ആകാശത്തുണ്ടാകട്ടെ. ഡോമിന് മുകളിലുള്ള വെള്ളത്തെയും ഡോമിന് താഴെയുള്ള വെള്ളത്തെയും അത് വേർതിരിക്കട്ടെ. അതായത് ഡോമിന് മുകളിൽ ഒരു ഫർമമെന്റിന്റെ മുകളിൽ, ഹെബ്രായ ഭാഷയെ റക്കിയ എന്നാണ് പറയുന്നത്, അതിനു മുകളിൽ ഉള്ള വെള്ളമാണ് പിന്നെ അത് മഴയായിട്ട് താഴെ വീഴുന്നത് എന്നുള്ള സങ്കല്പമായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആ സങ്കല്പമാണ് ഏലിയ ഇവിടെ പറയുന്നത്. ഇതാ ഇസ്രായേൽ ജനം 3.5 വർഷത്തേക്കിന് വെള്ളമുണ്ടാവുകയില്ല, മഴ പെയ്യുകയില്ല. മഴ എന്ന് പറയുന്നത് ഗേഷം എന്ന ഹെബ്രായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗേഷം എന്ന് പറഞ്ഞ ഹെബ്രായ ഭാഷയുടെ അർത്ഥത്തിന്റെ തലത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ സമൃദ്ധിയെ കുറിച്ചാണ് പ്രതിപാദിക്കുക. സക്കറിയായുടെ പുസ്തകം 14-ാം അധ്യായം 17, 18 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇതേ വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നതായി കാണാം. ദൈവത്തിന്റെ സമൃദ്ധിയുടെ പ്രതീകമാണ് ഗേഷം അല്ലെങ്കിൽ മഴ. കാരണം ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹമാണ്, സമൃദ്ധിയാണ് മഴ എന്ന് പറയുന്നത് എന്ന് സക്കറിയായുടെ പുസ്തകം 14-ാം അധ്യായം 17, 18 തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് വരൾച്ചയെക്കുറിച്ച് ഏലിയ പ്രവാചകൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പഷ്ടമാണ്. കാരണം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, ഇസ്രായേലിന്റെ യൂണിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇതാ ദൈവമായ കർത്താവ് ആകാശം കൊട്ടിയടയ്ക്കുന്നു, വരൾച്ച ഉണ്ടാകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വരൾച്ച അവസാനിക്കുന്നത് എവിടെയാണെന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18-ാമത്തെ അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങളിൽ ഈ വരൾച്ചയുടെ അവസാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരൾച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തില് പഴയ നിയമത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിട്ടാണ് നിൽക്കുക. കാരണം ഇസ്രായേൽ ജനം അല്ലെങ്കിൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ധാരാളം വരൾച്ച ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു. ഈ വരൾച്ച കാരണം ഈ അബ്രാഹവും ലോത്തും ഭാര്യ സാറായും കൂടി അങ്ങോട്ടേക്ക് ഈജിപ്തിലേക്ക് പോയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തില് അബ്രാം എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന വരൾച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏകദൈവത്തോടുള്ള ബന്ധത്തിന്റെ അഭാവത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ഇസഹാക്കിന്റെ ജീവിതകാലത്ത് വരൾച്ച ഉണ്ടാവുകയും ആ വരൾച്ചയുടെ സമയത്ത് ഈജിപ്തിലേക്ക് പോകാൻ ഒരുങ്ങിയ ഇസഹാക്കിനെ ദൈവമായ കർത്താവ് പറഞ്ഞു, ഈജിപ്തിലേക്ക് നീ പോകരുത്, ഇവിടെ തന്നെ വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇസഹാക്കിനെ ദൈവമായ കർത്താവ് പിടിച്ചു നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഇവിടെ അർത്ഥമാക്കുന്നത്? അവിടെയും ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലും ഇസഹാക്കിന്റെ കാലഘട്ടത്തിലും വരൾച്ചയുടെ അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ വിശുദ്ധമായിട്ട് നിൽക്കാനുള്ള പ്രേരണയാണ് ഇസഹാക്കിന് നൽകുന്നത്. എന്നാൽ മൂന്നാമത്തെ ഒരു വരൾച്ചയുടെ സംഭവമാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 43-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. 43-ാമത്തെ അധ്യായത്തിലാണ്. അതെ, 43-ാമത്തെ അധ്യായത്തിൽ നാട്ടിൽ വലിയ ക്ഷാമം കൊടുമ്പിരി കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വരൾച്ചയെക്കുറിച്ചുള്ള വിവരണം കൊടുക്കുകയാണ്. അതിനു മുമ്പുള്ള സംഭവങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ വരൾച്ച എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം അതിനു മുമ്പ് പ്രതിപാദിച്ചിരിക്കുന്ന രംഗങ്ങള് വളരെ രസകരമാണ്. അതായത് ജോസഫ് എന്ന് പറയുന്ന യാക്കോബിന്റെ സീമന്തപുത്രൻ അവന് വേണ്ടിയിട്ട് ഒരു കെത്തനോത്ത്, ഒരു മേലങ്കി കർത്താവ് യാക്കോബ് അവന് വേണ്ടി പണിത് കൊടുത്തു. കെത്തനോത്ത് എന്നാണ് ആ മേലങ്കിക്ക് പറയുന്ന ഹെബ്രായ ഭാഷയിൽ പറയുന്ന പേര്, കെത്തനോത്ത്. ആ മേലങ്കി അദ്ദേഹം പണിതിപ്പിച്ചു. അതിനാൽ തന്നെ മറ്റ് സഹോദരങ്ങൾക്ക് ഈ സഹോദരനോട് വെറുപ്പ് തോന്നി. അതിൻ പ്രകാരം 37-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ യോസഫിന് ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവുകയും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ ഉള്ള സഹോദരങ്ങൾ ജോസഫാകുന്ന ഈ ചെറിയ പയ്യന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയും കുമ്പിടുകയും ആരാധിക്കുകയും ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുമ്പോൾ ഇവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയും അതുവഴിയായിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ കാണുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുക? സാഹോദര്യ ബന്ധം നഷ്ടപ്പെടുകയും ആ സാഹോദര്യ ബന്ധത്തിന്റെ ഫലമായിട്ട് നാട്ടിൽ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്ന് ദൈവശാസ്ത്രപരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന രംഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 43-ാമത്തെ അധ്യായം. അപ്പോൾ ക്ഷാമം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിന്റെ അഭാവമാണ്, സാഹോദര്യ ബന്ധത്തിന്റെ അഭാവമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ 17-ാമത്തെ അധ്യായത്തിൽ ആഹാബ് രാജാവിനോട് ഈ നമ്മുടെ ഏലിയ പ്രവാചകൻ പറയുകയാണ്, നിനക്ക് ഈ നാട്ടിൽ ഒരു ക്ഷാമം ഉണ്ടാകാൻ പോകുന്നു. രണ്ടാമതായി, ഈ ക്ഷാമത്തിന്റെ നടുവിൽ ദൈവമായ കർത്താവ് ഏലിയായെ കാക്കുന്ന രീതിയാണ് അടുത്തു വരുന്ന വചനഭാഗത്ത്, പ്രത്യേകിച്ച് 8 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ദൈവമായ കർത്താവ് ഏലിയായെ സംരക്ഷിക്കുന്നത്? ക്ഷാമത്തിൽ ഒരിക്കലും വറ്റിപ്പോകാത്ത ഉറവ പോലെ, ഒരിക്കലും തീർന്നു പോകാത്ത പാത്രത്തിലെ എണ്ണ പോലെ, അതുപോലെ തന്നെ ഒരിക്കലും തീർന്നു പോകാത്ത മാവ് പോലെ സെറപ്തായിലെ വിധവയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ദൈവമായ കർത്താവ് ഏലിയ പ്രവാചകനോട് പറയുന്ന രംഗമാണ് തുടർന്ന് വരുന്ന ഭാഗം. എന്താണ് സെറപ്തായിലെ വിധവയുടെ പ്രത്യേകത? സെറപ്ത എന്ന് പറയുന്ന സ്ഥലം ഇതേ സീറോ ഫിനീഷ്യൻ സ്ഥലമാണ്. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ട് കനാന്യരുടെ ഭാഗമാണ്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഈ ഏലിയ പ്രവാചകനെ സ്വീകരിക്കുന്ന ഈ സെറപ്തായിലെ വിധവയുടെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ഏകദൈവത്തെ അവൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അതുവഴിയായി അവളുടെ കുടുംബത്തിന് അനുഗ്രഹം കിട്ടും. അവളുടെ മരിച്ചുപോകുന്ന മകനെ ഏലിയ പ്രവാചകൻ ഉയർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ഒരു ദർശനമാണ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് ആഹാബ് രാജാവിനുള്ളത്. ഇത്രയും വലിയ രാജാവായ ആഹാബ് രാജാവ് ദൈവത്തെ മറന്നപ്പോൾ ആഹാബിന് കിട്ടിയ ശിക്ഷ ഇതാണെങ്കിൽ, ദൈവത്തെ സ്വീകരിക്കുന്ന, ദൈവത്തെ അറിയാത്ത കാനാന്യ സ്ത്രീക്ക് ദൈവമായ കർത്താവ് കൊടുക്കുന്ന
അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ സെറഫ്തായിലെ വിധവയുടെ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഇതാണ്: ദൈവത്തിന്റെ അഭിഷിക്തന്, ദൈവത്തിന്റെ പ്രവാചകന് ഒരിക്കലും വരൾച്ച ഉണ്ടാവുകയില്ല. അതാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണേണ്ട ദൈവശാസ്ത്ര ചിന്ത. ദൈവത്തിന്റെ പ്രവാചകന് ഒരിക്കലും വരൾച്ച ഉണ്ടാവുകയില്ല. കാരണം അവൻ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നിൽക്കുക. വരൾച്ച ഇതൊരു അബണ്ടൻസ് ആണ്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു പ്രോസ്പെരിറ്റിയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ സന്തോഷവും ആണ് കടന്നു വരുന്നത്. അത് സൂചിപ്പിക്കുകയാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ. ഇനി അടുത്ത രംഗം വളരെ രസകരമാണ്, വളരെ ഡ്രമാറ്റിക്കലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ ആഹാബും അതുപോലെ തന്നെ ഏലിയായും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്, ഡ്രാമ മുന്നോട്ട് പോകുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ദൈവം? ആഹാബിന്റെ മുമ്പിൽ കാണുന്നത് ബാൽ ദേവന്മാരും അക്ഷേരാ ദേവതകളും കാനാന്യ ദേവന്മാരുമാണെങ്കിൽ, ഈ ഇസ്രായേലിന്റെ ഏകദൈവമായ കർത്താവാണ് ഏക കർത്താവെന്ന് ഏലിയ പ്രവാചകൻ അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന രംഗമാണ് വളരെ മനോഹരമായി നാടകീയമായ രീതിയിൽ 18-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏത് ദൈവത്തിനാണ് ശക്തിയുള്ളത് എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ 18-ാമത്തെ അധ്യായത്തിന്റെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറുക. ഇതാ, ഇസ്രായേലിന്റെ രാജാവായ ആഹാബും ഇസ്രായേലിലെ പ്രവാചകനായ ഏലിയായും തമ്മിൽ ഒന്നിക്കുകയാണ്. അവരുടെ സംഭാഷണങ്ങൾക്ക് അവസാനം പറയുന്നു, ഏത് ദൈവത്തിനാണ് ശക്തിയുള്ളതെന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാർമൽ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. എവിടെയാണ് ഈ കാർമൽ മല? ഈ ഇസ്രായേലിന്റെ പ്രത്യേകിച്ച് നോർത്തേൺ പ്രദേശത്തുള്ള നോർത്തേൺ ഭാഗത്തുള്ള വടക്കു ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് ഗലീലി എന്ന് പറയുന്ന പ്രദേശം. ഗലീലി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗലീൽ എന്ന വാക്കിൽ നിന്നാണ് കടന്നു വന്നിരിക്കുക. ചുറ്റപ്പെട്ട് കിടക്കുന്നത് എന്നതാണ് അതിന്റെ അർത്ഥം. ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗലീലി എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്താണ് അല്പം പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കുക. അന്നും ഇന്നും പച്ചപ്പ് കാണാൻ സാധിക്കുക. ഏറ്റവും കൂടുതൽ ഗോത്രങ്ങള് തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലവും ഗലീലിയാണ്. യഥാർത്ഥത്തിൽ ഗലീലിയുടെ വടക്കു ഭാഗത്തുള്ള അങ്ങേ അറ്റത്തുള്ള മൗണ്ട് ഹെർമോൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലെബനോണിന്റെ ബോർഡർ എന്ന് അവകാശപ്പെടുന്ന ഗോളാൻ കുന്നുകൾ എന്ന് അവകാശപ്പെടുന്ന ഭാഗത്താണ് യഥാർത്ഥത്തില് രണ്ട് പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത്: അഷേറിന്റെ ഗോത്രവും ദാനിന്റെ ഗോത്രവും. അതിന് തൊട്ട് താഴെയുള്ള വലിയ മലനിരയായ താബോർ മലയിലാണ് ഇസാക്കറിന്റെ ഗോത്രം ഉണ്ടായിരുന്നത്. അതിന്റെ താഴ്വരയിലാണ് നഫ്താലിയുടെയും അതുപോലെ തന്നെ സെബുലൂണിന്റെയും ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത്. അതിന്റെയൊക്കെ സമാപനത്തിൽ ജൂദ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്താണ് എഫ്രായിമും മനാസയുടെ അർത്ഥഗോത്രവും ഒക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു ഗോത്രങ്ങളുടെ വിഭജനം യഥാർത്ഥത്തില് ആരംഭത്തില് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ യുദ്ധം നടന്ന സ്ഥലവും ഈ നോർത്തേൺ പ്രദേശമാണ്. കാരണം ആ സ്ഥലം പച്ചപ്പുള്ളതായതുകൊണ്ടും വെള്ളം ധാരാളമായിട്ട് സംലഭ്യമാവുന്ന സ്ഥലമായതിനാലും അവിടെ ആളുകൾ കൃഷി ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അവിടേക്ക് ആളുകൾ കടന്നു വരുന്നു. അതിനാൽ തന്നെ ഈ പ്രദേശം മുഴുവനും വളരെ മനോഹരമായ പ്രദേശമായതിനാൽ യുദ്ധം ചെയ്ത് ഈ പ്രദേശങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ട് അയൽപക്കത്തുള്ള രാജ്യങ്ങളും രാജാക്കന്മാരുമൊക്കെ തീരുമാനിക്കുന്നതിന്റെ ബാക്കി പത്രമാണ് യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അതിനാൽ തന്നെ ഈ പ്രദേശം കാർമൽ മല എന്ന് പറയുന്നത് ഗലീലി എന്ന് പറയുന്ന ദേശത്തിന്റെ ആരംഭത്തിൽ കാണുന്ന മലയാണ്. 3 പ്രധാനപ്പെട്ട മലകളാണ് ഗലീലി എന്ന് പറയുന്ന പ്രദേശത്ത് അന്നും ഇന്നും നമുക്ക് കാണാൻ സാധിക്കുക. മൗണ്ട് കാർമൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈഫ എന്ന് പറയുന്ന ദേശത്തിന് തൊട്ടടുത്താണ്. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന
വലിയ ഒരു മലയാണ് ഹൈഫ അല്ലെങ്കിൽ മൗണ്ട് കാർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഈ ഗലീലി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ മധ്യഭാഗത്താണ് ഏകദേശം 580 മീറ്ററോളം സീ ലെവലിൽ നിന്ന് ഉയർന്നു കിടക്കുന്ന താബോർ മല സ്ഥിതി ചെയ്യുന്നത്. അതിന് സമാപനത്തിൽ അങ്ങേയറ്റത്ത് ലെബനോണിന്റെ ബോർഡറിലാണ് ഹെർമോൺ മല എന്നും മഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ ജോർദാന്റെ ഉത്ഭവമായ ഹെർമോൺ മല സ്ഥിതി ചെയ്യുന്നതും യഥാർത്ഥത്തില് ഈ മൗണ്ട് ഗലീലിയുടെ ഭാഗത്താണ്. ഇങ്ങനെ ഈ 3 മലനിരകള് നമുക്ക് കാണാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട മലയായ ഈ കാർമൽ മലയിലേക്ക് ഏലിയ പ്രവാചകനും ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൂടി ഒന്നിക്കുന്ന രംഗമാണ്. ഏലിയ പ്രവാചകൻ പറയുകയാണ്, നമുക്ക് ഈ മലയിൽ വെച്ച് ഒരു 2 ബലിപീഠങ്ങൾ ഉണ്ടാക്കാം. ഒന്നാമത്തെ ബലിപീഠം ഇതാ നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. ആഹാബ് രാജാവിനോട് പറഞ്ഞു, ബാൽ ദേവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ബലിപീഠം, അവിടെ ബാൽ ദേവന്റെ വേണ്ടിയിട്ട് ഒരു മൃഗത്തെ കൊന്ന് ആ മൃഗത്തെ ബലിപീഠത്തിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ആ മൃഗം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ആ മൃഗത്തെ ദഹിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ബാൽ ദേവൻ ഈ ബലി സ്വീകരിക്കുകയുള്ളൂ. അതാണ് കണ്ടീഷൻ. രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, നമുക്ക് അടുത്ത ഒരു ബലിപീഠം ഞാൻ ഉണ്ടാക്കും. ആ ബലിപീഠത്തിന് മുകളിൽ ബലിയർപ്പിക്കാനുള്ള ബലിവസ്തു വയ്ക്കും. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ദൈവമായ കർത്താവ് ബലി സ്വീകരിച്ചു എന്നതിന്റെ തെളിവായിട്ട് കാണും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഏലിയ പ്രവാചകനും ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും കൂടി ബാൽദേവന്മാരുടെ കിങ്കരന്മാരെയും കൂട്ടി കാർമൽ മലയിലേക്ക് പോകുന്ന ദൃശ്യമാണ് 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. 20-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുക. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും ബാൽദേവന്റെ കിങ്കരന്മാരും പുരോഹിതന്മാരും എല്ലാം ഒരു ഭാഗത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കി. ആ ബലിപീഠത്തിൽ ബലിവസ്തു വെച്ചു. ഇതാ മുകളിലേക്ക് പുരാവിലെ മുതൽ തുടങ്ങി ബാൽദേവ എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ദൈവത്തെ എങ്ങനെയെങ്കിലും വിളിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവര് വളരെ അതിശക്തമായ രീതിയിൽ കൊട്ടിഘോഷങ്ങളും കരഘോഷങ്ങളും നിലവിളിയുമായിട്ട് ബാൽദേവാ വരൂ, ബാൽദേവാ വരൂ, ഈ യാഗത്തെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിയോടുകൂടി പ്രാർത്ഥിക്കുന്ന രംഗമാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്കൊക്കെ ഈ ഏലിയ പ്രവാചകൻ പറയും, ഇവനെ ഒന്ന് ചിലപ്പോൾ ബാൽ ഉറക്കമായിരിക്കും, അതിനെ വിളിച്ചുണർത്താൻ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഒരു തമാശ രൂപത്തില് ഏലിയ പ്രവാചകൻ പറയുകയാണ്. എന്നാൽ രണ്ടാമതായിട്ട് ഒരു ഏലിയ പ്രവാചകൻ തന്റെ ബലിപീഠം നിർമ്മിക്കുന്ന രംഗമാണ് മനോഹരമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് 30-ാമത്തെ വാക്യത്തിൽ മുതൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ബലിപീഠം നിർമ്മിച്ചത് എന്ന് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. എങ്ങനെയാണ്? 12 കല്ലുകൾ കൊണ്ട് അവൻ ആ തകർന്ന ബലിപീഠത്തെ കേടുപോക്കി ആ ബലിപീഠത്തിന്മേൽ ബലിവസ്തുവിനെ വെച്ചു. അതിന് ചുറ്റും വെള്ളമൊഴിച്ചു. വലിയൊരു ചാലുപോലെ വെള്ളമുണ്ടായി. അത് വീണ്ടും അതിന്റെ മേൽ വിറകടുക്കി വെച്ചു. ആ വിറകിന്റെ മേലും വെള്ളമൊഴിച്ചു. ദൈവമായ കർത്താവിന് മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നീയാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് ഈ ജനം മനസ്സിലാക്കാൻ വേണ്ടി എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തീർന്നതേ ഉള്ളൂ. അതിനു മുമ്പേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിപീഠത്തെയും ബലിവസ്തുവിനെയും അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തെയും ആ ചാലിനെയും ഒക്കെ വറ്റിച്ചു കളയത്തക്ക രീതിയിൽ അഗ്നി ഇറങ്ങി ദൈവമായ കർത്താവ് ഈ ബലിവസ്തു സ്വീകരിച്ചു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവമാണ് കർത്താവ്, ദൈവമാണ് രാജാവ്, ദൈവമാണ് യഥാർത്ഥത്തിൽ യഹോവയാണ് യഥാർത്ഥത്തിലുള്ള ദൈവമെന്ന് ഇസ്രായേൽ ജനവും കൂടെ നിന്നിരുന്ന ആളുകളും മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈ ബലിപീഠം തകർന്നുപോയ ബലിപീഠത്തെ കുറിച്ച് പറയുന്നത്? ഇസ്രായേലിന്റെ തകർന്നുപോയ ബലിപീഠം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബലിപീഠം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടായ്മയുടെ പ്രതീകമാണ്.
കൂട്ടായ്മ ഇല്ലെങ്കിൽ, 12 ഗോത്രങ്ങൾ ഒന്നായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ഒരു ബലിപീഠവും ശക്തമാവുകയില്ല എന്നുള്ള ഒരു വലിയ സൂചനയാണ്, ദൈവശാസ്ത്ര സൂചനയാണ് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് തകർന്നുപോയ ബലിപീഠത്തെ 12 കല്ലുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തി 12 ഗോത്രങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. 12 ഗോത്രങ്ങളെയും ഒന്നിപ്പിക്കുന്ന ദാവീദിന്റെ ആ സംരക്ഷണത്തിലാണ് യഥാർത്ഥത്തില് ദേവാലയത്തിന്റെ പ്രസക്തി നിൽക്കുക. ജെറുസലേം ദേവാലയം അന്ന് ആ കാലഘട്ടത്തിലൊക്കെ അത്രമാത്രം ആയതിന്റെ കാരണം ഇത് ദാവീദിന്റെ സിംഹാസനം, ദാവീദിന്റെ പണിത സ്ഥലമായതുകൊണ്ടും ജൂദ എന്ന് പറയുന്ന ദേശത്ത് വസിക്കുന്നത് കൊണ്ടും ദാവീദിന്റെ സിംഹാസനമാണ് ജൂദ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജെറുസലേമിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഈ പ്രാധാന്യമാണ് ഇവിടെ എടുത്തു കാണിക്കുക. ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ പ്രാധാന്യം, ഇസ്രായേൽ ജനത്തെ ഒരേ കുടക്കീഴിൽ നിർത്തിയ ദാവീദ് എന്ന് പറയുന്ന ദാവീദ് എന്ന് പറയുന്ന രാജാവിന്റെ പ്രാധാന്യം, അവനിൽ നിന്ന് കടന്നു വരുന്ന മിശിഹ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാധാന്യം, ഇതെല്ലാം ഈ ഒരു വചനഭാഗത്ത് പ്രധാനമായിട്ടും ഉൾച്ചേർന്ന് നിൽക്കുകയാണ്. ഒരു ബലിപീഠത്തെ ബലിപീഠമാക്കുന്നത് ഏതെങ്കിലും ബലിവസ്തു അല്ല, മറിച്ച് അത് പണിയപ്പെടുന്ന രീതിയാണ്. ബലിപീഠം പണിയപ്പെടുന്ന രീതി, ഓരോ ദേവാലയങ്ങളും പണിയപ്പെടുന്നത് കൂട്ടായ്മയുടെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ മാത്രമേ ആ ബലിപീഠത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്. ഇത് ഇനി അടുത്ത രംഗം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഇനി തകർന്നുപോയ ബലിപീഠത്തെ 12 കല്ലുകൾ കൊണ്ട് സംരക്ഷിക്കുകയാണ്. എന്താണ് 12 കല്ലുകളുടെ പ്രത്യേകത? 12 ഗോത്രങ്ങളുടെ പ്രത്യേകതയാണ്. ജോഷുവയുടെ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ ജോഷുവ നിർദ്ദേശം കൊടുത്തല്ലോ, ഓരോരുത്തരും ഈ യോർദാൻ നദി കടക്കുമ്പോൾ ഓരോ ഗോത്രക്കാരും ഓരോ കല്ലുകൾ എടുക്കണം. ആ കല്ലുകൾ എടുത്ത്, ആ 12 ഗോത്രത്തിലെക്കാര് കല്ലുകൾ എടുത്ത് 4-ാമത്തെ അധ്യായത്തിൽ അത് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൂട്ടിയിട്ട് അതിന്റെ മുകളിൽ ഒരു വാഗ്ദാന പേടകം വെച്ച് അവിടെയാണ് ആരാധന ഉണ്ടാകുന്നത്. ഇതുപോലെ തന്നെയാണ് ജെറുസലേം ദേവാലയത്തിന്റെ ശില്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശില്പിയായ സോളമൻ രാജാവ് ഈ ദേവാലയത്തെ രൂപപ്പെടുത്തിയതും ഇതേ രീതിയിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ജൂദാ ഗോത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ജൂദാ ഗോത്രത്തോട് ചേർന്ന് എല്ലാ ഗോത്രങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് കൊടുത്ത, ദാവീദ് രാജാവിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം എന്നോണമാണ് യഥാർത്ഥത്തിൽ ഈ ദേവാലയം നമ്മൾ കാണുക. അതുകൊണ്ട് ഈ കാർമൽ മലയിൽ ഏലിയ പ്രവാചകൻ പണിത ഈ ദേവാലയം ഇസ്രായേലിന്റെ ജനത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ദേവാലയത്തിന്റെ പ്രതീകമായിട്ടും മിശിഹ നടത്താൻ പോകുന്ന ദേവാലയത്തിന്റെ, അല്ലെങ്കിൽ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു പോകുന്ന സഭയാവുന്ന ദേവാലയത്തിന്റെ പ്രതീകമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാരും പൗരസ്ത്യ പിതാക്കന്മാരും ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇത് കണ്ട മാത്രയില് വലിയൊരു യുദ്ധക്കളമായിട്ട് ആ പ്രദേശം മാറുകയാണ്. ഏലിയ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വന്ന് ഈ ബാൽദേവന്മാരെയും അതുപോലെ തന്നെ ഈ ബാൽദേവനെ ആരാധിക്കുന്ന ജനങ്ങളെയും ഒക്കെ വധിക്കുന്ന രംഗമാണ് കാണുക. യഥാർത്ഥത്തിൽ ഇവിടെ ഈ കാർമൽ മല എന്ന് പറയുന്ന ദേശം ഇസ്രായേലിന്റെ ദേശമാണ്. അവിടെ എന്തിനാണ് ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ നമുക്ക് പഴയ നിയമത്തിൽ പല ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ജോഷുവയുടെ പുസ്തകത്തിന്റെ 1-6 മുതലുള്ള അധ്യായങ്ങളിലെ യുദ്ധത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, ആയി പട്ടണം പിടിച്ചെടുക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ മറ്റു പല പട്ടണങ്ങളും, പ്രത്യേകിച്ച് നോർത്തേൺ ഭാഗത്തുള്ള പട്ടണങ്ങളും സദേൺ ഭാഗത്തുള്ള പട്ടണങ്ങളും ഒക്കെ പിടിച്ചെടുക്കുന്നതായിട്ട് കാണുന്നു. പിടിച്ചടക്കിയ രാജാക്കന്മാരെ കുറിച്ചും അവരുടെ പ്രത്യേകതകളെ കുറിച്ചും അവരുടെ രാജവംശത്തെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ ജോഷുവയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ വലിയൊരു ലിസ്റ്റ് പോലെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള നാശത്തെ സൂചിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി
ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിജാതീയ ദേശത്തും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ ഇടയൻ എന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലൂടെ കടന്നു വരുന്നത്. ഈ പ്രാർത്ഥനയിൽ, ഈ ബലിയർപ്പണത്തിലൂടെ കടന്നു വരുന്നതും ഇത് തന്നെയാണ്. ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ അധിപൻ. അവിടുന്നാണ് ദൈവമായ കർത്താവാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നവൻ. ഇസ്രായേലിന്റെ രാജാവ് ദൈവമായ കർത്താവാണ്, ഏക ദൈവമാണ് അവിടെ നിന്നുള്ള ആ വലിയൊരു ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ ദൈവത്തിന് ആണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ സ്ഥാനം. മറ്റു ദേവന്മാർക്കോ ദേവതകൾക്കോ ഒന്നും സ്ഥാനമില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരികെ വരാനുള്ള ഒരാഹ്വാനമാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏലിയായുടെ മറ്റൊരു മുഖത്തെ കുറിച്ചാണ് നമ്മൾ കാണുക. കാരണം ഏലിയ ഇത്രമാത്രം ശക്തനും ധീരനുമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു മുഖമുണ്ടായിരുന്നു. ആ മുഖം എന്തായിരുന്നു? അദ്ദേഹം പേടിച്ചരണ്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ 19-ാമത്തെ അധ്യായം നമ്മളെ കൊണ്ട് എത്തിക്കുക. കാരണം യുദ്ധം ഒരു വശത്ത് നിൽക്കുന്നു, യുദ്ധഭീതി മറ്റൊരു വശത്ത് നിൽക്കുന്നു. ഓടി രക്ഷപ്പെടുന്ന, യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു ഗുഹയിൽ കയറി പതുങ്ങിയിരിക്കുന്ന ഏലിയ പ്രവാചകനെ കാണുകയാണ്. കാരണം പ്രവാചകനാണെങ്കിലും ആ ജീവനിൽ കൊതിയുണ്ട്, അല്ലെ? ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊക്കെ എത്ര പ്രസംഗിച്ചാലും, എത്ര പറഞ്ഞാലും, സുവിശേഷം പ്രസംഗിച്ചാലും ജീവനിൽ നമ്മൾക്ക് കൊതിയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പ്രലോഭനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 യുദ്ധമോ വന്നു കഴിഞ്ഞാൽ നേരെ ചങ്കം നിർത്തി നിൽക്കാനുള്ള അത്രമാത്രം ഒരു ധൈര്യമൊക്കെ നമുക്ക് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. വിശ്വാസത്തിന്റെ ബലക്ഷയം ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണെന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർക്കുക. ഇങ്ങനെ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഏലിയ പ്രവാചകൻ ഉണ്ടാകുന്നത്. അവൻ പോയി ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയിരിക്കുന്നു. കാർമൽ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, ഹൈഫ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏലിയായുടെ ഗുഹ എന്ന് പറയുന്ന ഒരു ചെറിയ ഗുഹയുണ്ട്. ആ ഗുഹയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഗുഹയിലേക്ക് അദ്ദേഹം വന്നിട്ട് അവിടെ പാത്തിരിക്കുക. അവിടെ നിന്ന് ദൈവമായ കർത്താവ് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക. അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോകുന്നു, ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നു. ഹൊറേബ് മല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിലും 19-ാമത്തെ അധ്യായത്തിൽ ഹൊറേബ് മലയെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിലും ആർക്കിയോളജിക്കലായിട്ട് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ജെറുസലേമിലെ ഒരു മലയുടെ മുകളിലാണ് അദ്ദേഹം നിൽക്കുക. അവിടെയാണ് കാക്ക കൊണ്ടുവന്ന് ഏലിയ പ്രവാചകന് അപ്പവും വെള്ളവും കൊണ്ട് കൊടുക്കുന്ന രംഗങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് പണ്ടുകാലം മുതലുള്ള ട്രഡീഷനായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇന്ന് ആ സ്ഥലത്ത് ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം പോലുമുണ്ട്. ഏലിയ പ്രവാചകന് കാക്ക അപ്പവും വെള്ളവും കൊണ്ട് കൊടുക്കുന്ന സ്ഥലത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ അവിടെ ആ ഒരു പ്രദേശത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഇതാ ഈ മനുഷ്യൻ എന്നാ പറയുന്നത്? കർത്താവെ, ധാരാളം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നിരിക്കുന്നു, ഞാൻ മടുത്തു, ഇനി ഈ ദാസനെ അങ്ങ് തിരിച്ചു വിളിക്കണമേ, ഞാൻ ഇതാ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവിന് മുമ്പിൽ നിന്ന് വിലപിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ വിലപിക്കുന്ന ഈ പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ വീണ്ടും ഈ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവിന്റെ സ്വരത്തിന് വേണ്ടി ഈ പ്രവാചകൻ കാതോർക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഗുഹയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കുന്നു. തിരുവചനം പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്, 19:11. കൊടുങ്കാറ്റിൽ ഇവിടെ കർത്താവ് കടന്നുപോയി, അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞു ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടഞ്ഞപ്പോൾ ചെറിയ ഒരു മന്ദമാരുതം അത് മൃദുസ്വരം കേട്ടു. ആ സ്വരത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം കേട്ടു. അപ്പോൾ അവന്റെ മുഖം മൂടി കർത്താവിന്റെ മുമ്പിൽ പ്രണമിച്ചു എന്ന് അവിടെ പറയുകയാണ്. എന്നിട്ട് ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു. അതിനായി ഈ ഇസ്രായേലിനെ നയിക്കാൻ വേണ്ടി പ്രവാചകനായ ഏലിയ എന്ന് പറയുന്ന പ്രവാചകനെ
ഒരുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ തന്നെ ദൗത്യമായിട്ട് നിൽക്കുകയാണ്. അതിന്റെ അവസാനത്തിലാണ് ഇതാ കർത്താവ് അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നടക്കുക, ധാരാളം ജോലികൾ നിനക്ക് ചെയ്യാനുണ്ട്, ധാരാളം യാത്രകൾ നിനക്ക് നടക്കാനുണ്ട്, അതിനാൽ നീ എഴുന്നേറ്റ് നിന്റെ യാത്ര പരിപൂർണമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയായെ പറഞ്ഞു വിടുന്ന രംഗമാണ് 19-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക. ഇനി അടുത്ത പ്രാവശ്യം ഈ ഏലിയായുടെ ചിന്തകൾ തന്നെ വീണ്ടും നമ്മൾ തുടരുകയാണ്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടവും ആഹാബ് രാജാവിനോട് പറയുന്ന ആ ശാപവും ജസബൽ രാജ്ഞിക്ക് കൊടുക്കുന്ന ശാപവും എല്ലാം തുടർന്ന് വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.